എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ പ്രതികരണവുമായി PV ശ്രീനിജൻ MLA. പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നതിനാലാണ് ഇപ്പോൾ ഈ നീക്കമെന്നാണ് PV ശ്രീനിജൻ പറഞ്ഞത്. ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് താൻ നേരത്തെ തന്നെ പാർട്ടിയോട് പറഞ്ഞിരുന്നു. PV ശ്രീനിജന്റെ പ്രതികരണത്തിലേക്ക്. തീരുമാനം വന്നിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കാനായിട്ട്. ഇതിനൊരു തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? ചാനലുകളിൽ വന്നൊരു വാർത്ത ഞാനും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ വിമൽ പറഞ്ഞത് ശരിയല്ല, നീക്കാൻ ഉള്ളൊരു തീരുമാനം അല്ല സത്യത്തിൽ. ഞാനിത് MLA ആയതിനു ശേഷം ആദ്യം പാർട്ടിക്ക് കൊടുത്തൊരു കത്തുണ്ടായിരുന്നു. പാർട്ടിയിൽ ഞാൻ ജില്ലാ നേതൃത്വത്തിൻ്റെ അടുത്ത് തന്നെ ഇതൊന്ന് ഒഴിവാക്കി തരണമെന്നൊരു ആവശ്യപ്പെട്ടിരുന്നു. കാരണം 2 അധിക ചുമതലകളാണ്. ഒന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, MLA എന്നുള്ള രീതിയിൽ ഈ 3 ചുമതലകളുമാണ് പാർട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് തന്നിരുന്നത്. പിന്നെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. MLA എന്നുള്ള രീതിയിൽ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അധിക ചുമതല ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണമെന്ന് നേരത്തെ ഞാൻ പാർട്ടിയോട് അഭ്യർത്ഥിച്ചിരുന്നതാണ്. അപ്പോൾ ആ തീരുമാനം ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു എന്നാണ് ചാനലിലൂടെ ഞാൻ അറിയുന്നത്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനം ഞാൻ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് അതിലൊരു പ്രത്യേകിച്ചൊരു അസ്വാഭാവികത ഒന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു അഭ്യർത്ഥന ഉള്ളത്, അന്ന് കൊടുത്ത വാർത്തകൾ വാസ്തവവിരുദ്ധമായിരുന്നു. MLA എന്നുള്ള രീതിയിൽ MLA അടച്ചു പൂട്ടിയിട്ടെന്നാണ് നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചത്. MLAക്ക് സെക്യൂരിറ്റി പണിയല്ല. MLA ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആ ഗേറ്റ് അടഞ്ഞു കിടക്കുക തന്നെയായിരുന്നു. ഒരു അറിയിപ്പ് കിട്ടാത്തതുകൊണ്ടാണ് തുറന്നു കൊടുക്കാതിരുന്നത്. സത്യത്തിൽ അതിനെക്കുറിച്ച് ആർക്കും ചർച്ചയില്ല. അത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ന്യൂസ് എനിക്കെതിരെ, പ്രത്യേകിച്ച് CPM-ൻ്റെ MLA എന്നുള്ള രീതിയിൽ എനിക്കെതിരെ കൊടുക്കുന്നതിൽ മാധ്യമങ്ങൾ ഇത്തിരി ഒരു വ്യഗ്രത കാണിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അല്ല, പാർട്ടീനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഞാൻ നേരത്തെ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പാർട്ടി നമ്മളൊരു കാര്യം അങ്ങോട്ട് അഭ്യർത്ഥിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നു. അതിലപ്പുറം ഇതിൽ വേറെ ഒരു അസ്വാഭാവികത ഒന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരുന്ന കൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലം ഞാൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ മാറ്റിയിരിപ്പ് തുക എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 13 ലക്ഷം രൂപ നീക്കിയിരിപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒഴിയാൻ പോകുന്നത്. പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ എൻ്റെ രാജിക്കത്ത്, കാരണം ഇത് എലക്റ്റഡ് ബോഡി ആയതുകൊണ്ട് ഞാൻ രാജിവെക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അത് ഔദ്യോഗികമായിട്ട് പാർട്ടി എന്നെ അറിയിക്കുമ്പോൾ ഞാനത് രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, സന്നദ്ധനാണ്. അപ്പോൾ നിങ്ങൾ തന്ന പിന്തുണയ്ക്ക്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പല ആളുകളും പറയുന്നത് ഞാനൊരു പാർട്ടി അംഗമായതുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ആയതെന്നൊക്കെയാണ്. ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഞാനൊരു കായിക താരവും ഫുട്ബോൾ താരവും കായിക മേഖലയിൽ നിരവധി വർഷങ്ങളുടെ സംഘാടക മികവുള്ള ഒരാളായതുകൊണ്ടാണ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻ്റായതും അതിനുശേഷം പാർട്ടി എന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റുമാക്കിയത്. അപ്പോൾ അത് എന്നാൽ കഴിയുന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ചില നീക്കങ്ങളിൽ പൊതുജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയും അത് ശരിയായിരുന്നില്ല എന്നുകൂടി അവസരത്തിൽ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് തുടരും എന്നാണ്. ഇതെല്ലാം എലക്റ്റഡ് ബോഡിയല്ലേ. അപ്പോൾ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഞാനിതിന് 2018-ലായതാണ്. അതിനുശേഷം 2019-ലാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണത്. അത് നോമിനേറ്റഡ് അല്ല. ഈ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ് നോമിനേറ്റഡ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് എലക്റ്റഡ് ബോഡിയാണ്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമാണ്. അപ്പോൾ MLA ആയതിനു ശേഷം ഞാൻ പാർട്ടിക്ക് തന്നെ ഒരു നിർത്തും. കാരണം പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്. അപ്പോൾ പാർട്ടിക്ക് തന്നെ ഞാനൊരു അഭ്യർത്ഥിച്ചു, ഇത് തന്നെ ഈ ചുമതലയിൽ നിന്ന് എന്നെ രാജിവെക്കാനുള്ള എന്നെ അനുവാദം തരണമെന്ന് പറഞ്ഞു. പാർട്ടി ഇന്നലെ കൂടിയ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ടാണ് നിങ്ങളിൽ നിന്ന് അറിയുന്നത്. പാർട്ടി ഔപചാരികമായിട്ട് എന്നെ അറിയിച്ചിട്ടില്ല. ഉചിതമായ തീരുമാനം അറിയിക്കുന്ന മുറയ്ക്ക് രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. താങ്ക് യു.